യൂട്യൂബ് ചാനൽ. ചാപ്റ്റർ 4 ജുലൂസിൻ്റെ സെക്കൻഡ് ഭാഗങ്ങളാണ് ഇനി നമ്മൾ ഇവിടെ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഇബ്രാഹിം അലി न जाने वो कब दिन आएगा जब हमारे भाईबंद ऐसे हुक्मों की तामील करने से साफ इनकार कर देंगे जिनकी मंशा महज कौम को गुलामी की जंजीरों में जकड़ रखना है. അപ്പോൾ ഇബ്രാഹിം അലി പറഞ്ഞാണ്, എപ്പോഴാണെന്ന് അറിയില്ല ദിവസം വരുന്നത് നമ്മുടെ സഹോദരങ്ങളെല്ലാം അവരുടെ ആജ്ഞാപനങ്ങളെല്ലാം ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അവരെ സ്വീകരിക്കുന്ന അവരുടെ ഉദ്ദേശങ്ങളെല്ലാം നന്നായിട്ട് എടുക്കുന്ന ഒരു സമയം എപ്പോഴാണോ വരുന്നത്, ഈ അടിമത്തത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നൊരു സമയം എപ്പോഴാണാവോ വരുന്നതെന്ന് ഇബ്രാഹിം അലി വീർബൽ സിംഗിനോട് ഇരിക്കുക. അപ്പോൾ വീർബൽ സിംഗ് വിനമ്ര ഹോക്ക വിനയത്തോടെ DSP സാഹബ് ആ രഹേ, DSP സാഹബ് വരുന്നുണ്ട്. ഇബ്രാഹിം സാഹബ് ഉസെ പല ആപ് ലോ വാപ്പസ് ലൗട്ടെ, അപ്പോൾ അതിനു മുൻപ് നിങ്ങളെല്ലാവരും മടങ്ങിപ്പോകാൻ പറയാം. അപ്പോൾ സ്വരാജി സമവേദ സ്വർമേ ഹം നഹി ജായെങ്കെ ഹം നഹി ജായെങ്കെ, അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പറയാം ഞങ്ങളൊന്നും പോകുന്നില്ല. വീർബൽ സിംഗ് പറയണ ഫിർസെ സോച്ചിലെ ബഹുത്ത് നുക്സാൻ ഉടാന പടേക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ നഷ്ടങ്ങൾ സംഭവിക്കും, നിങ്ങൾ വളരെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഇതിനൊരു മറുപടി എന്ന്. സ്വരാജി സമവേദ സ്വർമേ ഹമേ കോയ് മലാൽ നെഹി ഭാരത് മാതാ കി ജയ്, ജയ് ഭാരത് ജയ് ഭാരത്, അതായത് ഞങ്ങൾക്ക് ഒരു ദുഃഖവുമില്ല, ഭാരതമാതാവിന് ജയ് വിളിക്കാം. വീർബൽ സിംഗ് ആദേശാത്മക സ്വരമേ സിപ്പാഹിയോം ലാട്ടി ചാർജ് കരോ, വീർബൽ സിംഗ് വളരെ അതായത് അവർക്ക് ആജ്ഞ കൊടുക്കണേണ് പടയാളികളോട്. ലാട്ടി ചാർജ് കരോ, അതായത് ലാട്ടി അറിയാലോ, ലാട്ടി ഉപയോഗിച്ച് അടിക്കാൻ തുടങ്ങാൻ പറയാം. ലാട്ടി ചാർജിക്ക് ധ്വനി, അങ്ങനെ ലാട്ടി അത് വെച്ച് അടിക്കുന്ന സ്വരം കേൾക്കാണ്. ദോഡോങ്കി ടാപ്പോ, അതായത് കുതിരയുടെ കുളമ്പടി. और हिन हिनाने की आवाज़ों के बीच स्वराजियों के घायल होने के आर्त स्वर, ഇതിൻ്റെ ഇടയിൽ എന്താണ് സ്വരാജികളുടെ അവർ മുറിവേറ്റ് വീഴുന്ന അവരുടെ ആർത്തമായ സ്വരങ്ങൾ കേൾക്കുന്നു. വീർബൽ സിംഗ് ചേതാവനി ഭരെ സ്വരമേ അബി ബി വക്ത് ഹെ ഇബ്രാഹിം അലി സാഹബ് മേരെ സാമനെ സെ ഹട്ട് ജാ, ഇനിയും സമയമുണ്ട് ഇബ്രാഹിം അലി സാഹബ് താങ്കൾക്ക് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് മാറാൻ. അപ്പോൾ ഇബ്രാഹിം അലിയും പറയുന്ന ചുനൗത്തി ഭരെ സ്വർമ്മ, വെല്ലുവിളിയുള്ള സ്വർഗത്തോടെ പറയണതാണ്. ആ ബേട്ടൻ ചലായേ ദാരോഗാജി, ലാത്തി ചാർജ് ലാത്തി, അതായത് ലാത്തി വീശിക്കോ ദാരോഗാജി ഇൻസ്പെക്ടർ ജി എന്ന് വെല്ലുവിളിക്കുകയാണ്. सिर पर बेटन से वार होते ही इब्राहिम अली की कारुणिक आह निकलती है. അപ്പോൾ എന്താണ് തലയിൽ ലാത്തിയടി കൊണ്ടിട്ട് ഇബ്രാഹിം അലി പെട്ടെന്ന് കാരുണിക, അതായത് ദയയെ ആർജിച്ച് വീഴുകയാണ്. അപ്പം അവർ അകലെ ഹി പൽ ഉൻക സിർ ഘോടേക്ക് ടാപ്പോങ്കി നീച്ച് ആക്കർ ഫട്ട്. അടുത്ത നിമിഷം എന്താണ് കുതിരയുടെ, അതായത് കുതിരേനെ കൊണ്ട് കുതിരയുടെ കുളമ്പടി അയാളുടെ തലക്കിട്ട് ചവിട്ടിപ്പിക്കുക. സ്വാധീനത സേനാനി അധീർ ഹോ ജാത്ത ഹെ, അങ്ങനെ അത് സ്വാധീനത സേനാനിമാർ വളരെ ദയൊന്നുമില്ലാതെയാണ് ഇദ്ദേഹത്തെ കുതിരയുടെ കാല് വെച്ച് തലക്കിട്ട് ചവിട്ടിയത്. ആരുടെയാണ്? നമ്മുടെ ഇബ്രാഹിം അലിയുടെ തലക്കിട്ട്. അപ്പോൾ സ്വരാജി 1. अब घबराए स्वर में अरे देखो देखो दारोगा ने अपना घोड़ा इब्राहिम साहिब के ऊपर चढ़ा दिया ഉൻകാ സിർ ഫട്ട് ഗയ. അപ്പോൾ സ്വരാജ് പറയുകയാണ് പേടിച്ചിട്ട്, നോക്കൂ ഇൻസ്പെക്ടർ കുതിരനെ കൊണ്ട് ഇബ്രാഹിം സാഹിബിൻ്റെ തലയിൽ ചവിട്ടിച്ചിട്ട് തല പൊട്ടി എന്ന് പറയാം. അപ്പോൾ സ്വരാജ് 2 സിർ സെ ഖൂൻ നിക്കൽ രഹാ ഹെ ജല്ലാദ് ദാരോഗ അംഗ്രേസോക്ക് പീട്ടു ഹന, അതായത് തലേന്ന് രക്തം വരുന്നു. ക്രൂരനായ ഇൻസ്പെക്ടർ ഇംഗ്ലീഷുകാരുടെ അതായത് ഇംഗ്ലീഷുകാർക്കെതിരായിട്ട് നിന്നുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ദ്രോഹം വന്നതെന്ന് പറയുകയാണ് സ്വരാജ്. ഹം കിരായക്ക് ടട്ടു നെഹി ഹെ ജോ തേരി നിർദ്ദയത സെ ഠർക്കർ പലട്ട്ലേ, നമ്മ കൂലിക്കാരൊന്നും അല്ലല്ലോ ഇങ്ങനെ ദയയില്ലാതെ പെരുമാറുമ്പോൾ നോക്കി നിൽക്കുക എന്നുള്ളത്. സ്വാധീനതാക്കെ സച്ച് സേവക് ഹെ അപ്പനി ജാൻ ദേ ദേങ്കെ മഗർ ഭാരത് മാതാക്കെ ഹാത്തോ മേ ഭേടിയം നെഹി ബർഷാത് കരകെ, അതായത് നമ്മൾ പ്രാണൻ കൊടുത്തു ഭാരതമാതാവിനെ നമ്മുടെ കയ്യിൽ ചങ്ങലയിടിക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് പറയുന്നത്. ഭാരതമാതാ കി ജയ്. സഭി സ്വരാജി ദുഹരാത്തെ ഹേ സാത് ഹി ചാരോ ഓർ ചിക് പുക്കാർ കെ ആർത്ത് സ്വർ ഖൂഞ്ച, അപ്പോൾ എല്ലാവരും ഒച്ചത്തിൽ ഭാരതമാതാവിനെയും ജയ് വിളിക്കുകയാണ്. സംഗീത ആസാദിക്ക് കിസി ഗീതിക്ക് ധുൻ, ആ സമയത്ത് ഒരു സംഗീതം, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സംഗീതം അവിടെ മുഴക്കുന്നുണ്ട്. അടുത്ത സീൻ മാറുകയാണ്, ദൃശ്യാന്തർ. ബാസാർ മേ ഖടാഖട് ദുക്കാനോ കെ ഷട്ടർ ഗിർനെ ലഗത്തെ ഹേ തനാവ് ഭരി ടിപ്പണി. അപ്പോൾ അടുത്ത എന്താണ് കടയിൽ, അതായത് മാർക്കറ്റിലെ ഓരോ കടയുടെയും ഷട്ടർ ഇങ്ങനെ താഴെ വീഴുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്.
സുൻത്തെ ഹോ ഇബ്രാഹിം അലി ഘോഡെ സെ കുച്ചൽ ഗയെ. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, കേട്ടോ ഇബ്രാഹിം അലി കുതിരയുടെ ചവിട്ട് കിട്ടി താഴെ വീണെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ആൾ പറയുന്നതാണ് കൈ സ്വരാജ് ജഖ്മി ഹോ ഗയെ നാ വേ പീछे ഹട്ടെ ഹെ നാ പോലീസ് ഉന്നെ ആകെ ജാനെ ദേത്തി. അപ്പോൾ കുറേ പേര് താഴെ വീണു, ചവിട്ടി പോലീസുകാർ ഉപദ്രവിച്ചു ഇതൊക്കെ പറയണം അവർ തമ്മിൽ. ഷഹർമേ തനാവ് ഫയൽ രഹ, അതായത് പട്ടണത്തിൽ വളരെ സംഘർഷങ്ങൾ വ്യാപിക്കുന്നു. ഇതൊക്കെ അതായത് തമ്മിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടാകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ള സ്വരാജുകൾ തമ്മിൽ സംസാരിക്കുകയാണ്. ബായ് റുക്ക നഹി ജാത്ത മേ ബി ജുലൂസ് മേ ഷാമിൽ ഹോങ്ക. അപ്പോൾ മൈക്ക് പറയാണ്, അല്ലയോ സഹോദര, ഇനിയിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഞാനും ഇനി ജാഥയിൽ പങ്കെടുക്കാൻ പോവുകയെന്ന് പറഞ്ഞു. അപ്പോൾ ദീൻ ദയാൽ പറയാണ്, ദുക്കാൻ ബന്ദ് കർ മേ ബി തുമ്ഹാരെ സാത്ത് ചൽത്താ ഹും മൈക്കു ശംഭു തും ക്യാ സോച്ച് രഹേ ഹോ. അപ്പോൾ ദീൻ ദയാൽ പറയാൻ, ഞാൻ ഷോപ്പും ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ വരികയാണ് മൈക്കു. ഈ ശംഭു എന്താണ്, നിങ്ങളെന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ ഇവരെല്ലാവരും കടക്കാരാണ്, ഷോപ്പിലെ ആളുകളാണ് കേട്ടോ എല്ലാവരും. ശംഭുനാഥ് विरोध में पूरा बाजार बंद हो रहा, मैं कैसे अपनी दुकान खुली रख सकता हूँ. അതായത് ശംഭുനാഥ് പറയണേ, പ്രതിഷേധത്താൽ അതായത് മാർക്കറ്റിലെ എല്ലാ ഷോപ്പും അടഞ്ഞു കിടക്കുകയാണ് പ്രതിഷേധത്താൽ. മേ കൈസെ അപ്നി ദുക്കാൻ ഖുലി രക്ഷ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എല്ലാ കട അടഞ്ഞു കിടക്കുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് എങ്ങനെയാണ് കട തുറന്നിരിക്കുന്നത്. एक दिन तो मरना ही है, जो कुछ होना है हो, आखिर वे लोग सभी के लिए तो जान दे रहे हैं. ഒരു ദിവസം മരിക്കണം, അതെപ്പോഴായാലും സാധിക്കും. അപ്പോൾ അവസാനം എന്തായാലും ജീവൻ പോകണം. അപ്പോൾ എന്തായാലും ഈ ജാതിക്ക് ഞാനും കൂടെ വരികയാണെന്ന് പറഞ്ഞു ശംഭുനാഥ്. നേപ്പത്തി സെ സൈക്കിളോ ലോഗോം കി ഉത്തേജിത ആവാസ് ആത്തി. അപ്പോൾ അണിയറയിൽ ഒത്തിരി അധികം ആളുകളുടെ ഉത്തേജിത എനർജിയുള്ള ഒരു സ്വരം കേൾക്കുകയാണ്. മാരോ മാരോ സിപ്പാഹിയും കൊമാരോ. എന്തായിരുന്നു, കൊല്ലു, പോലീസുകാരെല്ലാം കൊല്ലു, അല്ലാതെ പടയാളികളെ സൈനാധിപകളെയൊക്കെ കൊല്ലു എന്ന് ഒരു സ്വരം കേൾക്കുകയാണ് ഈ അറിയിലെ. ഈ അപ്പനെ ഹി ബായ് ബന്ധു ഹേ മക്കർ അംഗ്രേസോം കെ പിട്ടു ബെൻഗെ. അതായത് നമ്മുടെ സ്വന്തം സഹോദരന്മാർ തന്നെയാണ്, പക്ഷേ അവർ ഇംഗ്ലീഷുകാരുടെ അനുയായികളായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം കൊല്ലു എന്നും പറഞ്ഞ് അണിയറയിൽ നിന്ന് ഒച്ച കേൾക്കുകയാണ്. സംഗീത് ആസാദി ഗീതുൻ. അപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെതായ ഒരു ശബ്ദം കേൾക്കുന്നു, സംഗീതം കേൾക്കുന്നു. ദൃശ്യാന്തർ, പിന്നെന്താ, സീൻ മാറുകയാണ്. ഉമടത്തി ചരി ആരഹി ഉത്തേജിത് ഭീഡ് കാ സ്വർ നസ്ദീക് ആരഹെ. അതായത് ഭയങ്കര എനർജിയിലൊരു സ്വരം കേട്ടിട്ട് ഭയങ്കര തിരക്കിൻ്റെതായൊരു സ്വരം കേൾക്കുകയാണ്, ആളുകളുടെ തിരക്കിൻ്റെതായ സ്വരം അടുത്ത് വരുന്നു. തബി ഏക്ക് മോട്ടോർ കാർ കാ സ്റ്റാർട്ട് ഹോനെക്ക് ധ്വനി. ആ സമയത്ത് ഒരു മോട്ടോർ കാർ സ്റ്റാർട്ടാകുന്നതിൻ്റെ ഒരു സ്വരം കേൾക്കുന്നു. വീർബൽ സിംഗ് ഖബഡാക്കർ അരേ DSP സാഹബ് തോ ചൽ ഗയ. അപ്പോൾ അയാൾ അങ്ങനെ പരിഭ്രമിച്ചുകൊണ്ട് പറയോ, DSP സാഹബ് പോയല്ലോ. अब मैं क्या करूँ, अहिंसा के വ്രതധാരിയും पर ഡണ്ടേ ഭർസാന ഔർ ബാത്ത് ഹേ. ഇനി എന്ത് ചെയ്യും, അത് അഹിംസയുടെ വ്രതധാരികളുണ്ടല്ലോ, അവരെ തല്ലിച്ചതയ്ക്കുന്നത് ഒരു കാര്യം തന്നെയാണ്. ഹിംസക് ഭീഡ് കാ സാമന കർണ ഔർ. അതായത് ഹിംസകരായ തിരക്കുള്ള ആളുകളെ, അതായത് ഹിംസകരെ ഒരുപോലെയാണ് അവർ തല്ലിച്ചതക്കുന്നത് ഈ പ്രതിഷേധ ജാഥക്കാർ. ആദേശാത്മ സ്വർമേ സിപ്പാഹി. അപ്പോൾ അവരിങ്ങനെ ആജ്ഞ കൊടുത്തിട്ട്, സിപ്പാഹിയോ ആഹിസ്ത സെ പീച്ചെ ഹർജാओ. സാവധാനം, അതായത് പോലീസുകാരോട് അവർ പടയാളികളോട് പറയണേ, സാവധാനം നിങ്ങൾ പുറകിലേക്ക് മാറൂ. ഘോഡോ കി ടാപ്പോം കെ മുടിനേക്ക സ്വർ. അപ്പോൾ ഈ കുതിരകളുടെ കൊളമ്പടിയുടെ സ്വരം കേൾക്കുന്നു. ഇബ്രാഹിം അലി കരാഹത്തെ ഹുയെ ക്യോം കൈലാഷ് ഈ ആവാസേം കൈസി ഹേ ക്യാ ലോ ഷഹർ സെ ആ രഹേ ഹേ. അപ്പോൾ ഇബ്രാഹിം അലി ഒരു നിലവിളിച്ചുകൊണ്ട് ചോദിക്കുന്നത്, അല്ലയോ കൈലാഷേ, ഈ സ്വരം എവിടെ നിന്നാണ്, കുറച്ച് ആളുകൾ പട്ടണത്തിൽ നിന്ന് വരുന്നുണ്ടോ, അതായത് ജാഥയിൽ പങ്കെടുക്കാൻ. അപ്പോൾ കൈലാഷ് പറഞ്ഞിട്ട് ചിന്തിത് ഹോക്ക, പെട്ടെന്ന് ടെൻഷനായിട്ട്, ജി ഹാം ഹസാരോ ആത്മീയ ഹേ, അതായത് ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് ജാഥയിൽ എന്ന് പറയാം. ഇബ്രാഹിം അലി തോ അബ് ഖൈരിയത്ത് നെഹി. ഓ, നല്ല സൂചനയല്ലല്ലോ എന്ന് പറയുന്നത്. ജണ്ട ലൗട്ടാതോ, അതായത് ഫ്ലാഗ് മടക്കുക എന്ന് പറയുന്നത്. ഹമേ ഫൗറൻ ലൗട്ട് ജന്ന ചെയ്യും, നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം. നഹിത്തോ തൂഫാൻ മച്ച് ജായക, ഇല്ലെങ്കിൽ എന്താ വലിയൊരു കൊടുങ്കാറ്റ് ഇവിടെ സംഭവിക്കും. ഹമേ അപ്പനെ ഭായും സെ ലഡായി നഹി കർണിക, നമുക്ക് നമ്മുടെ സ്വന്തം സഹോദരന്മാരുടെ യുദ്ധം ചെയ്യേണ്ട ആവശ്യം ഇല്ല. കഹോ കഹോ സബ്സെ വാപ്പസ് ലൗട്ട്, എല്ലാവരോടും തിരിച്ച് ജാഥ ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറയണം. കൈലാഷ് ആപ് ക്യാ കർ രഹേ, ഉടനെക്ക് കോശിഷ് ക്യോം കർ രഹേ. അയ്യോ, ഇത് താങ്കൾ പറയുന്ന പോലെ
നടക്കുകയുള്ളൂ. പക്ഷേ എഴുന്നേൽക്കാൻ പരിശ്രമിക്കുകയാണോ? ജയ്സാബ് കഹെങ്കി വൈസഹികോ, താങ്കൾ എന്ത് പറയുന്നു അത് തന്നെ ഇവിടെ നടക്കുമെന്ന് പറയുന്നു. കൈലാഷ് ഇബ്രാഹിം അലിനോട് പറയുന്നത്. ലോഗോങ്കി ഓർ മുടുക, ആളുകളെ നോക്കിക്കൊണ്ട്. ഭായിയോ ഇബ്രാഹിം ചാച്ച കേലിയെ ജൽദി സേ സ്ട്രക്ചർ തയ്യാർ കര. അപ്പോൾ അല്ലയോ സഹോദരന്മാരെ, ഇബ്രാഹിം അലിക്ക് പെട്ടെന്നൊരു സ്ട്രക്ചർ തയ്യാറാക്കി കൊണ്ടുവരിക. ജാഡിയോം കെ ഭാസോം കോ സാഫിയ ഔർ റുമാലോം സെ ഭാന്തോ ജൽദി കര. അത് തലപ്പാവും കർച്ചീഫും കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു തലയിൽ വെക്കുന്നൊരു സാധനം ഉണ്ടാക്കിയിട്ട് വേഗം സ്ട്രക്ചറിൽ കിടത്താൻ വേണ്ടി. ഇയാൾ കുതിരയുടെ ചവിട്ട് കൊണ്ട് തലയൊക്കെ പൊട്ടിക്കിടക്കണല്ല, അപ്പോൾ അത് തലയ്ക്ക് ഇങ്ങനെ കെട്ടി വെക്കാൻ വേണ്ടി അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ തലപ്പാവും കർച്ചീഫൊക്കെയാണ്. അതുകൊണ്ട് ഒരു കെട്ടൊക്കെ കെട്ടി തലക്കിട്ട് കെട്ടിയിട്ട് വേണം ഇയാളെ സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുപോകാൻ. പെട്ടെന്ന് വരാൻ പറയുന്നുണ്ട് സഹോദരന്മാരുടെ. അപ്പോൾ ഇബ്രാഹിം അലിമൻ കാംതി ആവാസ്മേ, വിറക്കുന്ന സ്വരത്തിലെ ലോഗോം കി മനോവൃത്തിമേ ആയ വ പരിവർത്തൻ ഹി ഹമാരി അസ്ലി വിജയ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആളുകളുടെ മനസ്ഥിതിയിൽ, അല്ലെ ആളുകളുടെ ചിന്താഗതിയിൽ വരുന്ന മാറ്റമാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയമായിട്ട്, യഥാർത്ഥ വിജയമായിട്ട് കണക്കാക്കുന്നത്. ഹമാര ഉദ്ദേശ് കേവൽ ജനതാക്കി സഹാനുഭൂതി പ്രാപ്ത് കർണ ഹെ. നമ്മുടെ ഉദ്ദേശം എന്താണ്? അതായത് ജനങ്ങളുടെ സഹാനുഭൂതിയെ ലഭിക്കുക എന്നുള്ളതാണ്. ഒൻകി മനോവൃത്തിക്കോ ബദൽ ദേന ഹെ. അപ്പോൾ അവരുടെ മനസ്സ് മാറ്റുക എന്നതാണ് മുഖ്യമായ കാര്യം. जिस दिन हम इस लक्ष्य पर पहुंच जाएंगे उसी दिन स्वराज्य सूर्य का उदय होगा. ഏത് ദിവസമാണോ ഈ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കുന്നത് ആ ദിവസം സ്വരാജ്യത്തിൻ്റെതായ സൂര്യൻ നമുക്ക് ഉദിക്കും. ജയഭാരത് സബി ജോഷിയിലെ സ്വരമേ ജയഭാരത് ദോഹരാത്തെ. അപ്പം ജയഭാരത് എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ എനർജിയുള്ള സ്വരത്തിൽ എല്ലാവരും ഭാരതത്തിനെ വിജയം ആഘോഷിച്ചുകൊണ്ട് ജയഭാരത് ദോഹരാത്തെ റിപ്പീറ്റ് ചെയ്യുന്നു. സംഗീത് ആസാദിക്ക് ധുൻ. അവസാനം എന്താണ്? സ്വാതന്ത്ര്യത്തിൻ്റെതായൊരു സ്വരം കേൾക്കുന്നു.